ഈ മുറ്റമടിക്കുന്നതുണ്ടല്ലോ, എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഞാൻ ചെറുതിൽ കളിക്കുന്നത് മുറ്റമടിച്ചും പച്ചക്കറി അരിഞ്ഞും അങ്ങനെയുള്ള ഇലകളൊക്കെ അരിഞ്ഞ് ഇങ്ങനെ അങ്ങനെ കൂട്ടാൻ വെച്ച് കഞ്ഞിയും കൂട്ടാൻ വെച്ച് കളിക്കുന്നതൊക്കെയാണ്. എനിക്ക് ഒരിടത്ത് ഇരുന്ന് അങ്ങനെയുള്ള കളികളോടായിരുന്നു കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പം മുറ്റമടിക്കാൻ ഞങ്ങൾക്ക് വീട്ടിൽ ആകെ ഒരു വഴി, കുഞ്ഞു വഴി ഉണ്ടായിരുന്നുള്ളൂ. ആ വഴി ഞാനും എൻ്റെ അനിയത്തിയും മാറി മാറി അടിക്കും. ഒരാൾ അടിച്ച് വാരിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾ പോയി അടിക്കും. അങ്ങനെ അന്നൊക്കെ ഭയങ്കര കൊതിയായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം കുറച്ച് മുറ്റമൊക്കെ ഉണ്ടായി. അപ്പം നല്ല മഴയൊക്കെ വരുമ്പോൾ ആ മുറ്റടിയുടെ കൊതിയൊക്കെ പതിയെ മാറാൻ തുടങ്ങി കേട്ടോ. എന്നാലും എനിക്കിങ്ങനെ ഉണങ്ങിയ ചവറ് കാണുമ്പോൾ അപ്പം തന്നെ അത് അടിച്ച് വൃത്തിയാക്കണം. ഇതിപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നതിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ. അവിടെ ഞാൻ അടിച്ച് വൃത്തിയാക്കാറുണ്ട്. പക്ഷേ എനിക്ക് ശനിയാഴ്ച മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ചവറ് നന്നായിട്ട് കൂടും. പക്ഷെ ഞങ്ങൾ നടക്കുന്ന വഴിയല്ല, എങ്കിൽ പോലും ഞാനത് അടിക്കും കേട്ടോ. പിന്നെ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയൊന്നുമല്ല, ഞാനിവിടെ എന്ന് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഒരു ശനിയാഴ്ച ഞാനത് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാനിന്ന് രാവിലെ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് മൊത്തം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതായത് ഇന്ന് എൻ്റെ അനിയത്തിയുടെ 2ാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടികളെയൊക്കെ ആയിട്ട് ആദ്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുവാണ്, അമ്മയും അനിയത്തിയും കുട്ടികളൊക്കെ കൂടെ. അപ്പോൾ ആ ഒരു സന്തോഷത്തിന് ഞാൻ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി. അല്ലെങ്കിലും ആകെ കിട്ടുന്ന ഒരു ശനി ഞായർ അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രമേ എനിക്ക് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചില ശനിയാഴ്ചകൾ ഞാൻ ചോദിച്ച് വർക്ക് ഫ്രം ഹോം മേടിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവർ വരുന്നത് കാരണം എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് ഉച്ചക്ക് പിന്നെ ഉണ്ടായിരുന്ന കൊഴുവയും ഉണക്കലൊക്കെ കൂട്ടി അങ്ങനെ പരിപ്പ് കറിയൊക്കെ കൂട്ടി ചോറ് തിന്നു. പിന്നെ ചാള വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാളക്കറി വെക്കാമെന്ന് പറഞ്ഞു. മത്തിന്നൊന്നും ഞാൻ പറയാറില്ല, ചാളയെന്നാണ് കേട്ടോ ഞാൻ കൂടുതലും പറയണേ. അങ്ങനെ നല്ല ചാള മുളകിട്ട് തിളപ്പിച്ചു. അത് അമ്മ വന്നിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ അതിനിടയിൽ ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പൂപ്പനും എല്ലാവരും കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അത് അതിന് അലക്കാനുണ്ടായിരുന്നതൊക്കെ കാലത്തെ തന്നെ വിരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓഫീസിൻ്റെ വർക്കുകൾ ചെയ്യാനിരിക്കേണ്ടത്. അപ്പോൾ അതിനുള്ളിൽ എല്ലാ ഡ്യൂട്ടികളും ഞാൻ ചെയ്തിട്ട് അപ്പം നോക്കുമ്പോൾ മുരിങ്ങ നല്ല പൂത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മളത് പറിച്ചിട്ടില്ല. കാരണം നമ്മൾ വാടകയ്ക്ക് താമസിക്കണമല്ലോ, അത് കാരണം ഞാൻ ഇന്നുവരെ അത് പറിച്ചിട്ടില്ല. അപ്പോൾ താഴത്ത് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്കൊക്കെ പിന്നെ ആരും കൂട്ടാനില്ല. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനപ്പോൾ വർക്കിലേക്ക് ഇരുന്നു കേട്ടോ. അതിനിടയിൽ കുട്ടികൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ കുട്ടികൾ വന്നു. എന്നിട്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടി അവർ ഹസ്ബൻഡിൻ്റെ ഒരു ലാപ്പ് ഉണ്ട് പഴയത്, അതൊക്കെ ഇട്ട് ഓണാക്കി. അതും ഞങ്ങളും വർക്ക് ചെയ്യണേന്നൊക്കെ പറഞ്ഞ് അതിനിടയിലൊക്കെ ഓരോ ബഹളമൊക്കെ ഇരുന്നു കേട്ടോ. നമ്മൾ വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെയൊക്കെ വരും. പിന്നെ എൻ്റെ മൂത്ത ആൾ വന്നിട്ട് മമ്മി എന്തൊരു ഷോ ഓഫ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു മറ്റേ എന്താ പറയുക വെള്ളരിയൊക്കെ പൊട്ടുവെള്ളരിയൊക്കെ കുടിച്ചിട്ട് അനിയത്തിയുടെ കൂടെ വൈകുന്നേരം ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങി. അതായത് കറിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ, ഇനി നാളെ സൺഡേ ആണല്ലോ. അപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലമൊക്കെ കണ്ടോ, നല്ല ഭംഗിയാണ്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് പുറത്തേക്കുള്ള സ്ഥലങ്ങൾ, അതായത് കുറച്ച് ഉൾഭാഗത്തേക്കൊക്കെ പോയാൽ നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങാൻ പോകണമെങ്കിൽ അവിടെ പാടമാണ്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് അനിയത്തി താമസിക്കുന്നത്, 1.5 സ്റ്റോപ്പ് അവിടെ പോയിട്ട്. അപ്പോൾ അവൾക്ക് അവിടെ നല്ല പശുവും പാലും ഞങ്ങൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോയി അവിടെ ഇരിക്കുന്നതൊക്കെ പോയി എടുത്ത് തിരിച്ച് ആ പാടം വഴിയൊക്കെ പോയി ഒന്ന് കറങ്ങി. പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഒന്ന് ഉഷാറായി വരണുള്ളൂ കേട്ടോ അനിയത്തി. ഇതിൻ്റെ ബാലൻസ് ഞാൻ 2ാമത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.